അപ്പോൾ ഈ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബബ്ബബ്ബ അടിക്കേണ്ടി വരും. കാരണം വളരെ ഒരു ശോകം മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഒട്ടും വർക്കായില്ല ഈ സിനിമ. മൊത്തത്തിലൊരു ആവറേജ് സിനിമ. അഴിഞ്ഞാട്ടം കാണാൻ പോയിട്ട് ആകപ്പാടെ അവിയൽ പരുവമായി ഒരു അവിഞ്ഞാട്ടം കണ്ട ഒരു അവസ്ഥയാണ് ബബ്ബബ്ബ കണ്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. ധനഞ്ജയ് ശങ്കറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഫാഹിം സഫർ, നൂറിൻ ഷെരീഫ് എന്നിവരാണ് സിനിമയുടെ കഥാ തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു സ്പൂഫ് പടമാണ്. കുറേ റെഫറൻസും കുറേ സിനിമകളിലെ സീനുകളൊക്കെ റീക്രിയേറ്റ് ചെയ്തും ഒരേ ഓവർ ദ ടോപ്പ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കുറേ ക്യാരക്ടേഴ്സും അങ്ങനെ മൊത്തത്തിലൊരു അവിയൽ പരുവമായി മാറി എന്നുള്ളതാണ് ബബ്ബബ്ബ എന്ന സിനിമ. നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമല്ലോ, ആ ഒരു രീതിയിൽ വേണ്ട ഇവര് സിനിമ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഈ സിനിമ കണ്ടിട്ട് കുറേ എന്തൊക്കെയോ കാണിക്കുന്നല്ലാണ്ട് ഒന്നും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. ഈ സിനിമയിൽ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ദിലീപിൻ്റെയും ലാലേട്ടൻ്റെയും പെർഫോമൻസ് ആണ്. അപ്പോൾ ദിലീപ് കുറേ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലാലേട്ടനും അടിപൊളിയായിരുന്നു. ലാലേട്ടനെ കാണിക്കുന്ന ഇൻട്രഡക്ഷൻ സീനൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ആ സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല. പിന്നെ പുള്ളി ഭയങ്കര ഈസിനെസ് ആയിട്ടാണ് ഓരോ സീനും പുള്ളി അത് പെർഫോം ചെയ്തിരിക്കുന്നത്. ഡയലോഗ് ഡെലിവറി ആയാലും സംഭവങ്ങളൊക്കെ ആയാലും അതൊക്കെ രസമായിരുന്നു. പിന്നെ പുള്ളിയുടെ ഒരു ഡാൻസ് ഉണ്ട് മോഹൻലാലും ദിലീപുമായിട്ട്. ആ ഡാൻസ് സീക്വൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടനെ അറിയാം, ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പൊളിച്ചടക്കും. അപ്പോൾ അതുപോലെ തന്നെ അത് പൊളിച്ചടക്കിയിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ഒരു ആക്ഷൻ സീൻ വരുന്നുണ്ട് ഒരു കാട്ടിൽ വെച്ചുള്ള, അതൊക്കെ ഭയങ്കര ഓവറായിരുന്നു. കണ്ടിട്ട് തൊലി ഒഴിഞ്ഞു പോകുന്നു പറയില്ല മനുഷ്യൻ്റെ, അതുപോലത്തെ ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചാൽ. കുറച്ചും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ദിലീപിൻ്റെ ഇൻ്റർവെൽ പഞ്ചിൽ വരുന്ന ഒരു ആക്ഷനും ആ ഒരു സീക്വൻസൊക്കെ അതൊന്നും എനിക്ക് ഒട്ടും വർക്കായില്ല. വിനീത് ശ്രീനിവാസനാണ് ഇതിൽ മെയിൻ മറ്റൊരു കഥാപാത്രമായിട്ട് വരുന്നത്. പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയും ഇതുപോലെ തന്നെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ളൊരു ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട് ഈ സിനിമയിൽ. പുള്ളിക്ക് കുറച്ച് സ്ക്രീൻ സ്പേസ് ഉള്ളൂ, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു, നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു പുള്ളിയുടെ ക്യാരക്ടർ. പിന്നെ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസും ആ ഡയലോഗ് ഡെലിവറിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു സിംഗിൾ ഷോട്ട് ഒരു ഡയലോഗ് എന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമാണ്. പിന്നെ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഒരു കോംബോ സീനൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സലീം കുമാർ വരുന്നുണ്ട് അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയായിട്ട്, ഒരു സീനിലുള്ളൂ. പിന്നെ ദേവ്ജി ഉണ്ട്, നമ്മുടെ ദേവൻ പോലീസ് കമ്മീഷണറായിട്ട്. പുള്ളിയുടെ ക്യാരക്ടർ നല്ല രസമുണ്ടായിരുന്നു. ദേവ്ജി എന്ന് തന്നെ പേര് കൊടുത്തിട്ട് പുള്ളിയുടെ ഐക്കോണിക് ഡയലോഗ്സ് ഒക്കെ കൊടുത്ത് അത് നല്ലൊരു രസമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, അശോകൻ, ബാലു വർഗീസ്, ഫാഹിം സഫർ അഭിനയിച്ചിട്ടുണ്ട്, നൂറിൻ ഷെരീഫ്, ബൈജു ഒരു CM-ന്റെ റോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു മാഡ്നസ് മൂവി. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ധനഞ്ജയ് ശങ്കറിൻ്റെ ഡയറക്ഷനാണ്. പുള്ളിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു ആക്ഷൻ മൂവിയുടെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. പുള്ളിയുടെ ആ ഒരു മേക്കിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല രസമായിട്ട് തന്നെ പുള്ളി ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് നല്ല വിഷ്വൽസ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കളർ ഗ്രേഡിങ്ങും നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന അർമോ എന്നൊരു ആളാണ്. ക്യാമറ വർക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോപി സുന്ദർ, ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാട്ടും കൊള്ളായിരുന്നു. അഴിഞ്ഞാട്ടം എന്നുള്ള പാട്ടൊക്കെ തിയേറ്ററിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ തന്നെ കാണുമ്പോൾ കുറച്ച് ഓളത്തിൽ ഒരുപാട് ക്രൗഡൊക്കെ ആയിട്ട് ആഘോഷമൊക്കെ ആയിട്ട് കാണുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാം. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ടേക്ക് അവേ ഒന്നുമില്ല. ഈ സിനിമ ജസ്റ്റ് ഇവർ പറയുന്ന പോലെ തന്നെ നോ ലോജിക്, ഓൺലി മാഡ്നസ് കുറച്ചുകൂടി മൊത്തം വട്ടായി പ്രാന്തായി പോയി എന്നുള്ളൊരു അവസ്ഥയാണ് ബബ്ബബ്ബ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.